ഒരു ഫാമിലിക്ക് മികച്ച കംഫർട്ടോട് കൂടിയിട്ട് മനോഹരമായിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ട് മികച്ച ഡ്രൈവിംഗ് എന്തൂസിയാസത്തോടു കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനത്തെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹ്യുണ്ടായി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ഏറ്റവും പുതിയ i20. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു i20 എന്ന് പറയുന്ന മോഡൽ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം സ്യൂട്ടബിൾ ആണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നേരത്തെ ഉണ്ടായിരുന്ന i20നേക്കാളും മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഏറ്റവും പുതിയ i20 വന്നതെന്ന് പറയാം. കാരണം വെച്ചാൽ ഷാർപ്പർ എഡ്ജുകൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ കാണുന്ന സമയത്ത് തന്നെ ഭയങ്കര സ്പോർട്ടിയറാണ്, ഭയങ്കര അജയിലാണ്, ഭയങ്കര ഡിസ്റ്റിങ്റ്റീവാണ് തുടങ്ങിയിട്ടുള്ള ഫീച്ചറുകളോടൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലായിരുന്നു ഏറ്റവും പുതിയ i20. നേരത്തെ ഉണ്ടായിരുന്ന i20നെ അപേക്ഷിച്ച് ലുക്ക് വൈസ് വലിയ മാറ്റങ്ങളാണ് പുതിയ i20യിൽ വന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഗ്രില്ല്, 3D ഷേപ്പറായിട്ടുള്ള ഗ്രില്ലാണ്. അതിൻ്റെ ഒരു പാറ്റേൺ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈറ്റ് കളറിനകത്ത് ആ ഒരു പിയാനോ ബ്ലാക്ക് ഗ്രില്ല് സൂപ്പർ. അതിനകത്തൊരു ഹ്യൂണ്ടായുടെ ലോഗോ കാണാം. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റുകളാണ് വന്നത്. അതിന് താഴെയായിട്ട് ഫോഗ് ലാമ്പ്, ആ ഫോഗ് ലാമ്പിൻ്റെ ഹൗസിംഗ് ഒക്കെ പ്ലേസ് ചെയ്ത രീതി ഒരു പിയാനോ ബ്ലാക്കിൻ്റെ അകത്ത് ഒരു ഷാർപ്പ് എഡ്ജുകളിൽ ധാരാളം ഷാർപ്പ് എഡ്ജുകൾ, അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് ആയിട്ട് ഈ ലിപ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫ്രണ്ടിനെ കുറച്ചും കൂടി ഡിസ്റ്റിങ്റ്റീവ് ആക്കുന്നുണ്ട് എന്ന് പറയാം. പിന്നെ മാത്രമല്ല കാണുന്ന സമയത്ത് തന്നെ ഒരു ഉത്സാഹഭരിതരാണ്. ഇതിലൊരു എൽ-ലൈൻ വേർഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണ പെട്രോൾ എഞ്ചിനാണ്, ഒരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ. അത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ക്യാരക്ടർ ലൈനുകളും ആ ഷാർപ്പ് എഡ്ജുകൾ, താഴ്ഭാഗത്ത് ആ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതിനോട് 100% മാച്ച് ആയിക്കൊണ്ടുള്ള ഒരു അലോയ് ഡിസൈനും നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് കാണാം. ശരിക്കും അല്ല, ആ ഒരു ക്യാരക്ടർ ലൈനുകളും അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് ഗ്രില്ലും ഒക്കെ പരസ്പരം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പോലെ ഈ വീലിനോട് നമുക്കൊരു സാദൃശ്യം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സൈഡ് വ്യൂ മിറർ കാണാം, ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അതിനകത്ത് നമ്മുടെ ഇൻഡിക്കേറ്ററിനെയും ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു സൺറൂഫ് ഈ വാഹനത്തിനകത്ത് കാണാം. എല്ലാവരും ഇപ്പം ഇന്ത്യയിൽ സൺറൂഫ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വാഹനത്തിനകത്ത് ഒരു സൺറൂഫ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മഴ പെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വാഹനത്തിൽ കുറച്ച് വെള്ളമൊക്കെ നമുക്ക് കാണാം. കൊള്ളാമല്ലേ? വണ്ടിയുടെ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ക്രോമിയം പ്ലേറ്റിംഗ് കാണാം. അത് ഈ ഒരു വിൻഡോനെ ഫുൾ കവർ ചെയ്തിട്ടില്ല, താഴ്ഭാഗത്ത് മാത്രമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ക്രോമിയം കുറച്ച് വലുതാക്കി കൊടുത്തതും അതുപോലെ ഡോർ ഹാൻഡിൽസിൽ ക്രോമിയം പ്ലേറ്റിങ്ങും സൂപ്പറായിട്ടുണ്ട്. ഇനി ബാക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട ആ പിയാനോ ബ്ലാക്ക് മനോഹരമായിട്ട് ഈ ഒരു ടെയിൽ ഗേറ്റിൻ്റെ ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ട് നല്ല രസമുണ്ടല്ലോ ഈ വൈറ്റ് കളറിൽ കാണുന്ന സമയത്ത്. അതുപോലെ പരസ്പരം കണക്റ്റഡ് ആയിട്ട് ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. ശരിക്കും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇതൊരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇന്ത്യയിലും ഇപ്പോൾ ട്രെൻഡിങ് ആണ്. എന്താ വെച്ചാൽ ഈ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റുകൾ അത് ഒരുപാട് മോഡലുകളിൽ വന്നു. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു i20 എന്ന് എഴുതിയ പോലെ 20. അതിപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് 20 ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് i20 എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം. ആസ്ത എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്, താഴെ ഡിഫ്യൂസർ കാണാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും ഇതിന് എക്സോസ്റ്റ് ഉണ്ട് തോന്നൂല, ഇലക്ട്രിക് വണ്ടിയാണോ എന്ന് തോന്നിപ്പോലെ. പക്ഷേ ശരിക്കും ഇതിനകത്ത് എക്സോസ്റ്റ് ഉണ്ട്. താഴ്ഭാഗത്താണ് ക്രമീകരിച്ചുള്ള. അടിയിലൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സോസ്റ്റ് കാണാം. റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്, ഡീഫോഗർ ലൈൻസ് കാണാം. അതുപോലെ തന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, ഷാർക്ക് ഫിൻ ആൻറ്റിന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമുക്കവിടെ കാണാം. ബൂട്ട് സ്പേസ് ഒരു ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ക്രമീകരിക്കാം. പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുണ്ട്. താഴെ സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട്. നൈസ് കേട്ടോ. നമുക്ക് 1, 2, 3, 4 4 5 ബാഗുകൾ അനായാസനം കൊള്ളാവുന്ന തരത്തിൽ തന്നെയാണ് പാർസൽ ട്രേ ക്രമീകരിച്ചുള്ളത്. കൊള്ളാം, അടിപൊളി. ഇനി ഈ വാഹനത്തിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യം ഈ വാഹനത്തിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷാണ്. ഈ ഡാഷ്ബോർഡിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ കേട്ടോ ഒരു സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ AC വെൻറ്റുകൾ പരസ്പരം കണ്ടിന്യൂഷൻ പോലെ നമ്മളിപ്പോൾ പല BMW വാഹനങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെയുള്ള ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ AC വെൻറ്റുകൾ കേട്ടോ. ഇത് ഈ ഭാഗം മാത്രം കൺട്രോൾ ആവുന്നേ ഉള്ളൂ. നമുക്കിത് ക്ലോസ് ചെയ്യാൻ സൈഡിലേക്കാക്കി കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. ഹസാർഡ് ലാബിൻ്റെ ബട്ടൺ, അതുപോലെ തന്നെ വലിയ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര സ്മൂത്താണ് കൺട്രോൾ ചെയ്യുന്നത്. ടച്ച് സ്ക്രീനൊക്കെ ഉണ്ടോ ഭയങ്കര ഈസി ടു ടച്ച് ആൻഡ് ഈസി ടു യൂസ് പോലെ തന്നെ ക്രമീകരിച്ചുള്ള നൈസ് നാവിഗേഷൻ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ബീച്ച് സൈഡിലാണ്, ലോകത്തിൻ്റെ മുഴുവൻ മാപ്പ് നമുക്ക് കാണാം. അപ്പോൾ അതിന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തുള്ളത്. അതിൻ്റെ ഡിസൈൻസും നല്ല രസമുണ്ടല്ലേ, കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പോർട്ടി ഫീലുള്ള ശരിക്കും ആ തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. സ്റ്റിയറിംഗ് വീല് ഡി ഷേപ്പ്ഡ് അല്ല, പക്ഷേ 4 ഇതളുകളായിട്ട് ക്രമീകരിച്ചിട്ട് അതിനകത്ത് നമ്മുടെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസും അതുപോലെ തന്നെ മോഡ് സെലക്ഷൻ, അതായത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ബട്ടൺസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹോൺ വരുന്നത്. ഡോർ അടച്ചുകൊണ്ട് കുറച്ചുകൂടി നോയ്സ് കുറവാണ്. പിന്നെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ AC യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ഒരു ചെറിയ ഡിജിറ്റൽ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അല്ലേ.
ടെമ്പറേച്ചർ കാര്യങ്ങൾ അറിയാൻ, അതുപോലെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ടോഗിൾ സ്വിച്ചാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി കൊടുത്തത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ സെലക്ടർ, അതുപോലെ തന്നെ ഓട്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം കാണാം. വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു USB പോർട്ടും അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് പോർട്ടും ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിനൊരു രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ വാഹനം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ USB പോർട്ട് കോ പാസഞ്ചറുടെ സൈഡിലെ USB പോർട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അതായത് നമുക്ക് ഫോൺ എന്ത് ചെയ്യാം, ചാർജ് ചെയ്യാം എന്നുള്ളതാണ്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നൈസ്. ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ കാണാം. നമുക്ക് IMT-നകത്തും ഈ മോഡൽ അവൈലബിൾ ആണ്. വീട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു എയർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വന്നിട്ടാണ്. അതുപോലെ തന്നെ ആംബ്രസ്റ്റിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാം. ഈ വാഹനത്തിനകത്ത് രണ്ടാമതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇഗ്നിഷൻ ഓണാണ്, ഞാനിത് ഓഫ് ചെയ്തു, ഇപ്പോൾ വാഹനം ഫുൾ ഓഫ് ചെയ്തു. എന്നിരുന്നു കഴിഞ്ഞാലും നമ്മളുടെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഏത് വരെയെന്നറിയോ, നമ്മൾ ഈ സൈഡ് ഡോർ തുറക്കുന്നവരെ. ഇപ്പോൾ ഞാൻ സൈഡ് ഡോർ തുറക്കാൻ പോകണം കേട്ടോ, അതായത് ഡ്രൈവറുടെ സൈഡിലുള്ള ഡോർ തുറക്കുന്നവരെ അത് വർക്കിംഗ് ആവും. ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് വർക്കിംഗ് ആണ്, ഞാൻ ഇവിടെ തുറന്നോ, ഇവിടെ തുറന്നു, അത് ഓഫ് ആവുന്നില്ല. പക്ഷേ നേരെ കുറച്ച് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ കേട്ടോ അത് ഓഫായി. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വാഹനം ഓടാണ്, ഞാനിത് ഓഫ് ചെയ്തു. ഇനിയും നമുക്ക് ഈ മിറർ കൺട്രോൾ ചെയ്യാം കേട്ടോ, അത് അപ്പുറത്തും കൺട്രോൾ ചെയ്യാം. ബാക്ക് കേട്ടോ പൊക്കാം, താഴ്ത്താം ഒക്കെ ചെയ്യാം. ബാക്കിലത്തതും കൺട്രോൾ ചെയ്യാം. അതായത് 4 മിററുകളെയും നമുക്ക് കൺട്രോൾ ചെയ്യാം. ഏതുവരെ? അതും സൈഡ് ഡോർ തുറക്കുന്നവരെ, അതായത് ഡ്രൈവറുടെ സൈഡിലുള്ള ഡോർ തുറക്കുന്നവരെ. ഇനി അത് കൺട്രോൾ ആവില്ല. അതായത് ഡ്രൈവറുടെ സൈഡിലെ ഈ ഡോർമലാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കൺട്രോൾ മുഴുവൻ ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ആ തരത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മെറ്റീരിയൽസൊക്കെ ഉണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകളാണ്. നൈസ്. ലെതറുകളൊന്നുമല്ല ഈ വാഹനത്തിനകത്ത്, അങ്ങനെ കാര്യമായിട്ടുള്ള ലെതർ മെറ്റീരിയലുകളൊന്നും തന്നെ ഇല്ല. സീറ്റുകൾ വന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാബ്രിക് അപ്പോൾസ്ട്രിയാണ്. പക്ഷേ ഫാബ്രിക് അപ്പോൾസ്ട്രി കുറച്ചും കൂടി ഒരു അൽക്കണ്ടാറ മെറ്റീരിയലിനോട് ടച്ചുള്ള തരത്തിലുള്ള കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നൈസ്, അത് കൊള്ളാം. ശരിക്കും ഈ ഡാഷ്ബോർഡ് കാണുന്ന സമയത്ത് നല്ല പ്രൊഫഷണലി മാനേജ് ചെയ്ത ഒരു ഡാഷ്ബോർഡാണെന്നുള്ളൊരു ഫീല് നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. അത് നൈസ്. അതുപോലെ തന്നെ സൺറൂഫ്, പാനറമിക് സൺറൂഫ് അല്ല, സാധാരണ സൺറൂഫ്. പക്ഷേ ഹാച്ച് ബാക്കിൽ എനിക്ക് തോന്നുന്നു സൺറൂഫുള്ള വാഹനങ്ങൾ കുറവാണല്ലേ. ഹ്യുണ്ടായിൽ അത് വന്നിട്ടുണ്ട്, അത് നല്ല കാര്യം. അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ കാണാം. ഓട്ടോമാറ്റിക് ഡൈനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, മാനുവലി ഡൈനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ കാണാം. അതിനകത്ത് എമർജൻസി ബട്ടൺ, അതുപോലെ പിക്കപ്പ് സർവീസ്, അതുപോലെ തന്നെ ബ്ലൂ ലിങ്കിൻ്റെ കണക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഹ്യുണ്ടായുടെ ബ്ലൂ ലിങ്ക് കണക്ഷൻ ഒരുവിധം എല്ലാ വണ്ടികളിലും അവൈലബിൾ ആണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇനി ബാക്ക് റോവിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് പക്ക ഒരു ഫാമിലി പാക്കാണെന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ലെഗ് റൂമുണ്ട്, അതുപോലെ തന്നെ നല്ല ഹെഡ് റൂമുണ്ട്, വിശാലമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, നെഞ്ഞു വിരിച്ചൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം ഫാമിലി മെമ്പേഴ്സിനെല്ലാം തന്നെ ബാക്കിൽ ലഗേജ് വെക്കാം, ഇവിടെ 3-4 ആളുകൾക്ക് ഇരിക്കാം, ഫ്രണ്ടിൽ 2 ആൾക്ക് ഇരിക്കാം. അങ്ങനെ വിശാലമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ബാക്ക് സ്പേസിൻ്റെ പ്രത്യേകത. പിന്നെ കൺവീനിയൻസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ AC വെൻറ്റുകളും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ വെക്കാനുള്ള ഒരു സെറ്റപ്പും അതിനടുത്ത് തന്നെ ഒരു ചാർജിങ് പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഉണ്ടോ, നമുക്ക് അങ്ങനെ വെർട്ടിക്കലേക്ക് അവിടെ വെക്കാം, അവിടെ നിന്ന് ഒരു ചാർജർ എടുത്ത് ഇവിടെ കണക്ട് ചെയ്യാം. അതിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു കൺവീനിയൻറ്റ് സ്പേസും നമുക്കവിടെ കാണാൻ കഴിയും. വാട്ടർ ബോട്ടിൽ ഹോൾഡറുകൾ വെക്കാനുള്ള സെറ്റപ്പും ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അത്യാവശ്യം നല്ല പ്രീമിയം സൗണ്ട് ക്വാളിറ്റി അതുവഴി നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇനി പറയാനുള്ളത് ഈ വാഹനത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ്. ഈ വാഹനത്തിന് ശരിക്കും 3 ഹൃദയങ്ങളുണ്ട്. ഒരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഒരു 1.5 വലിയൊരു ഡീസൽ എഞ്ചിൻ വെക്കാനുള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഡീസൻ്റ്ലി പാക്ക് ചെയ്തിട്ടുണ്ട് എഞ്ചിൻ റൂം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ബാക്കി വിശേഷങ്ങൾ, അതായത് എത്ര ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്നു, ഏതൊക്കെ തരം വേർഷൻസ് ഉണ്ട്, അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഫീലുകളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അവളേ നമ്മളെ ഹ്യൂണ്ടായി i20 നോർമൽ പെട്രോൾ എഞ്ചിൻ ഒന്ന് ഡ്രൈവിനെടുത്തിരിക്കുകയാണ്. ടർബോ അല്ല, സാധാരണ പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ അത് ഓടിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഹ്യുണ്ടായുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ, അതായത് ഇപ്പോൾ പുതിയ ട്യൂസോൺ വന്നു, അതുപോലെ തന്നെ ഹ്യുണ്ടായി വെന്യൂ എൻലൈൻ പുതുതായിട്ട് ലോഞ്ച് ചെയ്തു, അതുപോലെ തന്നെ വെന്യൂ തന്നെ പുതിയ ഫേസ് ലിഫ്റ്റ് വന്നു, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മോഡൽ, ഇപ്പോൾ i20 ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗ്രാൻഡ് i10 നിയോസ് ഒക്കെ ആണെങ്കിലും ഏത് മോഡലുകളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും KVR ഹ്യുണ്ടായിനെ ബന്ധപ്പെടാം. KVR ഹ്യുണ്ടായി നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുമെന്നുള്ളതാണ്. അപ്പോൾ അവരെ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഇനി ഹ്യുണ്ടായി i20ലേക്ക് വന്നു കഴിഞ്ഞാൽ, i20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. അപ്പോൾ പഴയ i20 ലുക്കാണ് പലർക്കും ഇഷ്ടപ്പെട്ടതെന്ന് പലരും പറഞ്ഞു. പക്ഷേ എല്ലാ വാഹന നിർമ്മാണ കമ്പനികളും അവരുടെ ഡിസൈൻ ഓരോ തവണ അപ്ഗ്രേഡ് ചെയ്ത് വരും. പക്ഷേ പുതിയ i20 ഭയങ്കര ഡിസ്റ്റിങ്റ്റീവ് ആൻഡ് ഭയങ്കര അജയിലാണ്. അത് കാണുന്ന സമയത്തും, അതായത് ഉത്സാഹഭരിതരാണ്. കാണുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണെങ്കിലും
ആ ഒരു ഉത്സാഹം നമുക്കുണ്ട് എന്നാണ്. അപ്പം ഇതൊരു സാധാരണ പെട്രോൾ എഞ്ചിനാണെങ്കിൽ പോലും നമുക്ക് നല്ല പെർഫോമൻസിലേക്ക് കയറ്റി കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സൂപ്പർ കംഫർട്ടിൽ ക്രൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിഫൈൻഡ് ആണ് ഇതിൻ്റെ എഞ്ചിൻ. ഇതിൻ്റെ സൗണ്ട് നോക്കി ഞങ്ങൾ എടാ ഭയങ്കര റിഫൈൻഡ് ആണ്. അത്യാവശ്യം നല്ല RPM കയറ്റി ഓടിക്കുമ്പോൾ പോലും ഭയങ്കര കംഫർട്ടിൽ, അതായത് ഭയങ്കര സൗണ്ടൊക്കെ കുറഞ്ഞ് നോയ്സൊക്കെ കുറഞ്ഞ് നല്ല അടിപൊളി ഒരു എഞ്ചിൻ റിഫൈൻമെൻറ്റ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. ഒരു ബിഗിനർക്ക് പോലും അനായാസേന ഈ വാഹനത്തെ കൺട്രോൾ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡിക് എഫക്റ്റ് എന്ന് പറയാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് i20 അത് നമ്മൾ മുമ്പ് ഡ്രൈവ് ചെയ്തപ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര സിമ്പിൾ ക്ലച്ചാണ്. അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷനാണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴും മറ്റുമൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു സാധാരണ വണ്ടിയിൽ അല്ലെങ്കിൽ ഒരു ഹാച്ച് ബാക്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിച്ച് നടക്കാൻ ഇപ്പോൾ ഒരു ഫാമിലി എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ ആലോചിക്കുമ്പോൾ ബാക്കിലും അതുപോലെ തന്നെ പ്രധാന കാരണവർക്ക് മുമ്പിലിരിക്കാം, മകന് ഓടിക്കാം, അവർക്ക് അങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ലൊരു സസ്പെൻഷൻ, അതുപോലെ തന്നെ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ, പരസ്പരം സംസാരിച്ച് പോവാം, അല്ലെങ്കിൽ ഭയങ്കര ശ്രദ്ധ ചെലുത്തി ഡ്രൈവ് ചെയ്ത് പോവാം. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്നില്ല എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ i20 N-Line ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കൊന്ന് ഇവിടെ നിന്ന് ഹയർ RPM കൂടെ. ഇതിപ്പോൾ ഓവർ റിസ്ക് എടുക്കുമ്പോൾ ഇത്ര സൗണ്ടേ വരുന്നുള്ളൂ കേട്ടോ. പെട്ടെന്ന് 80 എത്തി. അടിപൊളി, ഭയങ്കര രസമായിട്ട് ക്രൂസ് ചെയ്ത് കയറുന്നുണ്ട് എന്നുള്ളതാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നല്ലൊരു ഫീൽ ഗുഡ് ഡ്രൈവാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സിന്, അപ്പം അതായത് ഫണ്ണായിട്ട് ഡ്രൈവ് ചെയ്ത് എൻജോയ് ചെയ്ത് ഓടിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഇതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ടർബോ എഞ്ചിൻ ഉണ്ട്. ഈ എഞ്ചിൻ 83 ഹോഴ്സ് പവറാണ് പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ടർബോയിലേക്ക് വരുന്ന സമയത്ത് അത് 100 ഡീസലിലേക്ക് വരുന്ന സമയത്ത് അത് 120. അതിനനുസരിച്ച് ടോർക്കും വ്യത്യാസമുണ്ട്. ഓട്ടോമാറ്റിക്കൽ അവൈലബിൾ ആണ്. 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ IMT അതായത് ക്ലച്ച്ലെസ് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് എല്ലാം CVT ട്രാൻസ്മിഷൻ അതുമുണ്ട്. അപ്പോൾ ഏത് വേണമെന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളുടെ ഡ്രൈവ് അനുസരിച്ച് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യങ്സ്റ്റേഴ്സിന് ഇത് നല്ല ഓപ്ഷനാണ്. അതുപോലെ തന്നെ നല്ല കംഫർട്ട് റൈഡ് ഉദ്ദേശിക്കുന്ന ഫാമിലിക്ക് ഇതൊരു അടിപൊളി ഓപ്ഷനാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഈ വാഹനത്തിനകത്ത് നമ്മൾ പുറത്തുനിന്ന് പറയാൻ വിട്ടുപോയ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നമുക്കിതിനകത്തൊരു റിവേഴ്സ് ക്യാമറ ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ച് ബട്ടണുകളുണ്ട്. ഒന്ന് ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ തന്നെ ക്യാമറ വ്യൂ. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ക്യാമറ വ്യൂ അവൈലബിൾ ആവും ബാക്കിൽ. അപ്പോൾ ഒരു ടൈറ്റ് പാർക്കിങ്ങിൽ നിന്നൊക്കെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാമല്ലോ, ടൈറ്റ് പാർക്കിംഗ് എന്ന് പറയുമ്പോൾ ഈ വാഹനം ഭയങ്കര കോമ്പാക്റ്റ് ആണ്. അതായത് ഒരു ഹാച്ച് ബാക്ക് ആണ്. 4 മീറ്റർ സെഗ്മെൻറ്റിന് താഴെ വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് ടൈറ്റ് ട്രാഫിക്കിനിടയിലൂടെ കൊണ്ടുപോകാനും വളച്ചൊടിച്ച് തിരിച്ചു കൊണ്ടുവരാനും, ഇനിയിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മോളിലോ ഒക്കെ പോകുന്ന സമയത്ത് പാരലൽ പാർക്ക് ചെയ്യാനും പെട്ടെന്ന് പാർക്ക് ചെയ്തെടുത്ത് ഒഴിവാക്കാനും ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏറ്റവും പുതിയ Hyundai i20 ഡ്രൈവ് ചെയ്ത സമയത്ത് തോന്നിയ ഫീലുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹ്യുണ്ടായുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ i20യുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെരിയുമായി ബന്ധപ്പെട്ട് ടിസോണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും KVR Hyundaiനെ ബന്ധപ്പെടാം. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ Hyundai i20യെ കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.